വെൽക്കം ടു മാസ്റ്റർ കീ അക്കാദമി. ഇന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ടൈപ്സ് ഓഫ് കോളിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: വിച്ച് ടൈപ്പ് ഓഫ് കോൾ ഹാസ് ഹയസ്റ്റ് കാർബൺ കണ്ടൻറ്റ് ആൻഡ് ഈസ് കൺസിഡേർഡ് ദ ബെസ്റ്റ് ക്വാളിറ്റി? ഓപ്ഷൻസ്: ലിഗ്നൈറ്റ്, ഓപ്ഷൻ ബി ബിറ്റുമിനസ്, ഓപ്ഷൻ സി ആന്ത്രസൈറ്റ്, ഓപ്ഷൻ ഡി പീറ്റ്. അതായത് കാർബൺ കണ്ടൻറ്റ് ഏറ്റവും കൂടുതലായിട്ടുള്ള കോൾ ഏതാണ്, അതുപോലെ തന്നെ ബെസ്റ്റ് ക്വാളിറ്റിയിൽ കൺസിഡർ ചെയ്യുന്ന കോളും ഏതാണ്? ഓപ്ഷൻ സി ആന്ത്രസൈറ്റ്. ആന്ത്രസൈറ്റ് കോൾ ഹാസ് ദ ഹയസ്റ്റ് കാർബൺ കണ്ടൻറ്റ്, typically between 86% and 97%, making the hardest, most lustrous and highest energy producing coal, burning cleanly with little smoke. So it's considered the highest rank of coal. അതായത് നമ്മൾ ഏറ്റവും ഹയസ്റ്റ് റാങ്ക് അല്ലെങ്കിൽ ഏറ്റവും ഫസ്റ്റ് ഹയസ്റ്റ് ക്വാളിറ്റിയിലുള്ള കോൾ എന്ന് കൺസിഡർ ചെയ്യുന്നത് ആന്ത്രസൈറ്റ് കോളുകളെയാണ്. അതിന് കാരണം എന്തെന്ന് വെച്ചാൽ അതിൽ കാർബൺ കണ്ടൻറ്റ് ഹയസ്റ്റ് ആണ്. അതുപോലെ തന്നെ ഏകദേശം 86-നും 97%-നും ഇടയിലായിരിക്കും കാർബൺ കണ്ടൻറ്റ്. ഹാർഡായിട്ടുള്ള കോളാണ്, പിന്നെ ലസ്ട്രസ് ആണ്, ഹൈ എനർജി പ്രൊഡ്യൂസിങ് കോളുമാണ്. ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. ഹൈ എനർജി പ്രൊഡ്യൂസിങ്ങും ലസ്ട്രസ് പവറും അതുപോലെ തന്നെ ഹാർഡസ്റ്റുമായിട്ടുള്ള കാർബൺ ഏറ്റവും റിച്ചായിട്ടുള്ള കോൾ എന്ന് പറയുന്നത് എന്താണ്? ആന്ത്രസൈറ്റ് കോളാണ്. അപ്പോൾ നമ്മൾ ഈ എടുത്ത ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആന്ത്രസൈറ്റ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ദ ഫസ്റ്റ് സ്റ്റേജ് ഇൻ ദ ഫോർമേഷൻ ഓഫ് കോൾ ഫ്രം വെജിറ്റേഷൻ? വെജിറ്റേഷനിൽ നിന്നും ആദ്യം ഫോം ചെയ്യുന്ന കോൾ ഏതാണ്? ഓപ്ഷൻസ്: എ ബിറ്റുമിനസ്, ബി ലിഗ്നൈറ്റ്, സി പീറ്റ് ആൻഡ് ഡി ആന്ത്രസൈറ്റ്. ഓപ്ഷൻ സി ആന്ത്രസൈറ്റ്. The first stage of coal formation from vegetation is peat. It's a soft fibrous material made of partially decomposed plant matter that accumulates in the waterlogged oxygen and poor environment like swamps. അതായത് വാട്ടറും ഓക്സിജനും ഒക്കെ ഏറ്റവും റിച്ചായിട്ടുള്ള ഫൈബ്രസ് ആയിട്ടുള്ള ജെല്ലി ഫോമിൽ കാണപ്പെടുന്ന ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള കോളിൻ്റെ ഇനിഷ്യൽ സ്റ്റേജ് വെജിറ്റേഷൻ ടൈമിൽ ഉണ്ടാവുന്ന ഏറ്റവും ഇനിഷ്യൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? പീറ്റ് ആയിരിക്കും. അപ്പം ആ ക്വസ്റ്റ്യൻ ഞാൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യുകയാണ്. വാട്ട് ഈസ് ദ ഫസ്റ്റ് സ്റ്റേജ് ഇൻ ദ ഫോർമേഷൻ ഓഫ് കോൾ ഫ്രം വെജിറ്റേഷൻ? ഓപ്ഷൻ എന്താണ്? പീറ്റ്. തേർഡ് ക്വസ്റ്റ്യൻ: കോൾ ഈസ് ക്ലാസിഫൈഡ് ആസ് വിച്ച് ടൈപ്പ് ഓഫ് റോക്ക്? കോളിനെ ഏത് ടൈപ്പ് റോക്കിനകത്താണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? അതിൻ്റെ ഓപ്ഷൻസ്: എ ഇഗ്നിയസ്, ബി മെറ്റാമോർഫിക്, സി സെഡിമെൻ്ററി ആൻഡ് ഡി നൺ ഓഫ് എബോവ്. അപ്പം ക്വസ്റ്റ്യൻ എന്താണ്? ഏത് ടൈപ്പ് റോക്കിലാണ് നമ്മൾ കോളിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? നമ്മൾ നേരത്തെ അതിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞായിരുന്നു. കോൾ ഈസ് എ ഹൈലി കാർബണേഷ്യസ് കമ്പസ്റ്റബിൾ സെഡിമെൻ്ററി റോക്ക്. അപ്പോൾ ഇവിടെ ഓപ്ഷനിൽ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി സെഡിമെൻ്ററി റോക്ക്. അപ്പം കോൾ ഈസ് ആൻ ഓർഗാനിക് സെഡിമെൻ്ററി റോക്ക്. ഓപ്ഷൻ എന്ന് പറയുന്നത് അതിൻ്റെ സി ആണ്. കോൾ ഈസ് ആൻ ഓർഗാനിക് സെഡിമെൻ്ററി റോക്ക്. ഇനി ബാക്കി രണ്ട് ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇഗ്നിയസ് റോക്ക്. Igneous rocks that are formed from the cooling and solidification of molten rock. അതായത് അഗ്നിപർവ്വതങ്ങളൊക്കെ പൊട്ടി അതിൻ്റെ ലാവ പുറത്ത് വന്ന് അത് തണുത്തുറഞ്ഞുണ്ടാവുന്ന ആ പാറകളെയാണ്, ആ റോക്സിനെയാണ് നമ്മൾ ഇഗ്നിയസ് റോക്സ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് ഗ്രാനൈറ്റൊക്കെ. അപ്പോൾ ഇഗ്നിയസ് റോക്സ് എന്ന് പറയുന്നത് എന്താണ്? മോൾട്ടൺ റോക്സ്, അതായത്
മാഗ്മ ലാവയൊക്കെ കൂൾ ചെയ്തിട്ട് ഒരു മോൾട്ടൺ റോക്കായിട്ട് ഫോം ചെയ്യും. അങ്ങനെ കിട്ടുന്നതിനെയാണ് ഇഗ്നിയസ് റോക്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ അതിൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത്, മൂന്നാമത്തെ ഓപ്ഷന് മെറ്റാമോർഫിക് റോക്സ്. മെറ്റാമോർഫിക് റോക്സ് ആർ ഫോംഡ് when existing rocks are changed by intense heat and pressure causing physical or chemical transformations. അതായത് നേരത്തെ നിർമ്മിച്ചിരുന്ന അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായ പാറകൾ എന്ത് ചെയ്യുന്നു, അത് വീണ്ടും ചില ഇൻറ്റൻസ് ഹീറ്റിൻ്റെയും പ്രഷറിൻ്റെയൊക്കെ ഫലമായിട്ട് അതിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസിനും ഫിസിക്കൽ പ്രോപ്പർട്ടീസിലും ഒക്കെ ചേഞ്ച് സംഭവിച്ച് പുതിയൊരു ഫോമിലേക്ക് മാറുന്നു. അങ്ങനെ കിട്ടുന്ന റോക്കിനെയാണ് മെറ്റാമോർഫിക് റോക്സ് എന്ന് പറയുന്നത്. ഞാൻ ഒന്നുകൂടി പറഞ്ഞു തരാം. ഇൻറ്റൻസ് ഹീറ്റിൻ്റെയും പ്രഷറിൻ്റെയൊക്കെ ഫലമായിട്ട് നേരത്തെ ഉണ്ടായ റോക്കിന് അതിൻ്റെ ഭൗതിക മാറ്റത്തിലും രാസമാറ്റത്തിലും ചില വ്യതിയാനങ്ങളൊക്കെ സംഭവിച്ച് പുതിയൊരു റോക്കായിട്ട് മാറുന്നു. അങ്ങനെ കിട്ടുന്നവയാണ് മെറ്റാമോർഫിക് റോക്സ് എന്ന് പറയുന്നത്. ആ ക്വസ്റ്റ്യൻ ഞാൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം. കോൾ ഈസ് ക്ലാസിഫൈഡ് ആസ് വിച്ച് ടൈപ്പ് ഓഫ് റോക്ക്? ഏത് റോക്കിൻ്റെ ക്ലാസിഫിക്കേഷനിലാണ് കോളിനെ ക്ലാസിഫൈ ഏത് റോക്ക് ടൈപ്പിലാണ് കോളിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? ഓപ്ഷൻ സി. ആൻസർ ഓപ്ഷൻ സി, സെഡിമെൻ്ററി റോക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ കോൾ ഈസ് ജനറലി ക്യാരക്ടറൈസ്ഡ് ബൈ ഓപ്ഷൻ എ ലോ ആഷ് കണ്ടൻറ്റ്, ഓപ്ഷൻ ബി ഹൈ സൾഫർ കണ്ടൻറ്റ്, ഓപ്ഷൻ സി ഹൈ ആഷ് കണ്ടൻറ്റ്, ഓപ്ഷൻ ഡി ഹൈ മോയ്സ്ചർ കണ്ടൻറ്റ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. ഇന്ത്യൻ കോൾ ഈസ് ജനറലി ക്യാരക്ടറൈസ്ഡ് ബൈ, ഇന്ത്യൻ കോളിനെ നമ്മൾ എങ്ങനെയാണ് അതിനെ ക്യാരക്ടറൈസ് ചെയ്തിരിക്കുന്നത്? അതിൻ്റെ ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ലോ ആഷ് കണ്ടൻറ്റ്, ബി ഹൈ സൾഫർ കണ്ടൻറ്റ്, സി ഹൈ ആഷ് കണ്ടൻറ്റ്, ഡി ഹൈ മോയ്സ്ചർ കണ്ടൻറ്റ്. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഹൈ ആഷ് കണ്ടൻറ്റ് ആയിരിക്കും. അതിൻ്റെ എക്സ്പ്ലനേഷൻ പറയാം. ഇന്ത്യൻ കോൾ ഈസ് പ്രൈമർലി ഓഫ് ദി ഗോഡ്വാന ടൈപ്പ് ആൻഡ് ഈസ് ജനറലി ക്യാരക്ടറൈസ്ഡ് ബൈ ഹൈ ആഷ് കണ്ടൻറ്റ്, typically ranging from 25% to 45% or more. This is largely due to the drift theory of its formation, and it is also known for having a low sulfur content, generally less than 0.5 to 1%, which is considered an environmental advantages. അപ്പം ഇന്ത്യൻ കോൾ ഏത് ടൈപ്പിലാണ് വരുന്നത്? നമ്മൾ പറഞ്ഞ ഏതാണ് ഇന്ത്യൻ കോൾ എന്ന് പറയുന്നത്? ഓപ്ഷൻ സി ആയിരുന്നു പറഞ്ഞത്, ഹൈ ആഷ് കണ്ടൻറ്റ് കോൾ. അതായത് ഡ്രിഫ്റ്റ് തിയറിയെ അടിസ്ഥാനപ്പെടുത്തി രൂപാന്തരപ്പെട്ടിരിക്കുന്ന കോളാണ്, ഇന്ത്യൻ കോളാണ് ഗോഡ്വാന കോളുകൾ എന്ന് പറയുന്നത്. ഇവയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇവയ്ക്ക് ഹൈ ആഷ് കണ്ടൻ്റ് ആയിരിക്കും, അതുപോലെ തന്നെ ലോ സൾഫർ കണ്ടൻറ്റും ആയിരിക്കും. അപ്പം ഇന്ത്യൻ ടൈപ്പ് കോൾ എന്ന് പറയുന്നത് എന്താണ്? ഗോഡ്വാന ടൈപ്പ് കോളുകളാണ്. അത് ഏത് തിയറിയെ അടിസ്ഥാനപ്പെടുത്തിയാണ് നിർമ്മിച്ചിരിക്കുന്നത്? ഡ്രിഫ്റ്റ് തിയറിയെ അടിസ്ഥാനപ്പെടുത്തി നിർമ്മിച്ചിരിക്കുന്ന ആഷ് കണ്ടൻറ്റ് കൂടുതലും സൾഫർ കണ്ടൻറ്റ് കുറഞ്ഞതുമായിട്ടുള്ള കോളാണ് ഗോഡ്വാന ടൈപ്പ് കോളുകൾ എന്ന് പറയുന്നത്. ഇനി ഈ കോളുകൾ കൂടുതലായിട്ടും ബിറ്റുമിനസ് ടൈപ്പ് കോളുകളായിരിക്കും. ഇവയെ ഒരിക്കലും ആന്ത്രാസൈറ്റ് കോളുകളായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഇവ കൂടുതലും എന്തായിരിക്കും? ബിറ്റുമിനസ് ടൈപ്പ് കോളുകളായിരിക്കും. ഏകദേശം 250 മുതൽ 300 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് രൂപാന്തരപ്പെട്ട കോളുകളാണ് ഈ ഗോഡ്വാന ടൈപ്പ് കോളുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഞാൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യുകയാണ്. ഇന്ത്യൻ കോൾ ഈസ് ജനറലി ക്യാരക്ടറൈസ്ഡ് ബൈ, ഇതാണ് അതിൻ്റെ ആൻസർ, ഹൈ ആഷ് കണ്ടൻറ്റ് കോൾ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യയിൽ ഡ്രിഫ്റ്റ് തിയറിയെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ ഡ്രിഫ്റ്റ് തിയറിയെ അടിസ്ഥാനപ്പെടുത്തി നിർമ്മിക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്ത് പറയുന്ന ഏറ്റവും ആഷ് കണ്ടൻറ്റ് കൂടുതലും സൾഫർ കണ്ടൻറ്റ് കുറവുമായിട്ടുള്ള ഗോഡ്വാന ടൈപ്പ് കോളുകളാണ് ഇന്ത്യൻ
കോളുകൾ. ഇനി അവയ്ക്ക് ബിറ്റുമിനസ് ടൈപ്പ് കോളുകളാണ് ഈ ഗോൾഡ്വാന ടൈപ്പ് കോളിൽ കൂടുതലായിട്ട് വരാറുള്ളത്. പിന്നെ അത് സൾഫർ കണ്ടൻറ്റ് കുറവായതുകൊണ്ട് എൻവയോൺമെൻ്റലി അഡ്വാൻറ്റേജായിട്ടാണ് നമ്മളതിനെ കൺസിഡർ ചെയ്യുന്നത്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് പറയാൻ പോകുന്നത്. വിച്ച് ടൈപ്പ് ഓഫ് കോൾ ഈസ് യൂസ്ഡ് പ്രൈമർലി ഇൻ ദ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി? അയൺ അല്ലെങ്കിൽ സ്റ്റീൽ ഇൻഡസ്ട്രിയിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന പ്രൈമർലി പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന കോൾ ടൈപ്പ് ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ലിഗ്നൈറ്റ്, ഓപ്ഷൻ ബി പീറ്റ്, ഓപ്ഷൻ സി കോക്കിംഗ് കോൾ ആൻഡ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോവ്. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് കോക്കിംഗ് കോളാണ്. വിച്ച് ടൈപ്പ് ഓഫ് കോൾ ഈസ് യൂസ്ഡ് പ്രൈമർലി in the iron and steel industry? Coking coal, also known as metallurgical coal, is primarily used in the iron and steel industry. It is a specific grade of bituminous coal that possesses the necessary properties such as high carbon content, low ash content, sulfur content and phosphorus content to be converted into coke. അപ്പം ക്വസ്റ്റ്യൻ എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? ഏത് കോളാണ് പ്രൈമർലി അയൺ ഓർ സ്റ്റീൽ ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യാറുള്ളത്? കോക്കിംഗ് കോളാണ് ഉപയോഗിക്കുന്നത്. ഈ കോക്കിംഗ് കോളുകളെ മെറ്റലർജിക്കൽ കോൾ എന്നും വിളിക്കാറുണ്ട്. അത് പ്രധാനമായിട്ടും അയണിൻ്റെയും സ്റ്റീലിൻ്റെയൊക്കെ ഇൻഡസ്ട്രീസിലാണ് യൂസ് ചെയ്യുന്നത്. അതും സ്പെസിഫിക് ഗ്രേഡ് ഓഫ് ബിറ്റുമിനസ് കോൾ. ബിറ്റുമിനസ് കോളിൻ്റെ ഒരു സ്പെസിഫിക് ഗ്രേഡിലുള്ള കോളാണ് എന്തെന്ന് പറയുന്നത്? കോക്കിംഗ് കോൾ എന്ന് പറയുന്നത്. അതിന് കാരണം അതിന് ഹൈ കാർബൺ കണ്ടൻറ്റ്, ലോ ആഷ് കണ്ടൻറ്റ്, സൾഫർ കണ്ടൻറ്റ്, ഫോസ്ഫറസ് കണ്ടൻറ്റ് അതൊക്കെ ഉള്ളതുകൊണ്ടാണ് അതെന്തായിട്ട് യൂസ് ചെയ്യുന്നത്? ലോ ആഷ്, ലോ സൾഫർ, ലോ ഫോസ്ഫറസ് കണ്ടൻറ്റൊക്കെ ഉള്ളതുകൊണ്ടാണ് കോക്കിംഗ് കോളിൽ മെറ്റലർജിക്കൽ കോളായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം ഞാനത് ഒന്നും കൂടെ പറഞ്ഞു തരാം. ബിറ്റുമിനസ് കോളിൻ്റെ തന്നെ ഒരു സ്പെസിഫിക് ഗ്രേഡിലുള്ള മെറ്റലർജിക്കൽ കോളുകളാണ് കോക്കിംഗ് കോൾ എന്ന് പറയുന്നത്. ഇവയ്ക്ക് ഹൈ കാർബൺ കണ്ടൻ്റ് ആയിരിക്കും, ലോ ആഷ്, സൾഫർ ആൻഡ് ഫോസ്ഫറസ് കണ്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇവയെ ഈസി ആയിട്ട് കോക്കായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പം അതുകൊണ്ട് തന്നെ കോക്കിംഗ് കോൾ എന്ന് പറയുന്നത്, മെറ്റലർജിക്കൽ കോളായ കോക്കിംഗ് കോൾ എന്ന് പറയുന്നത് എവിടെ യൂസ് ചെയ്യുന്നുണ്ട്? ഇൻഡസ്ട്രീസിൽ, അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രീസിൽ യൂസ് ചെയ്യാറുണ്ട്. അപ്പം നമ്മൾ ഇനി ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് ഈ ഒരു വളരെ കുറച്ച് ക്വസ്റ്റ്യൻസേ ഉള്ളെങ്കിലും അത് നന്നായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ കോഴ്സ് ഇപ്പോൾ മാസ്റ്റർ കെ അക്കാദമി ഈ കോഴ്സ് കണ്ടക്ട് ചെയ്തിരിക്കുന്നുണ്ട്. പുതിയ ബാച്ച് ആരംഭിച്ചിരിക്കുകയാണ്. താല്പര്യമുള്ളവർ ഈ ഒരു കോഴ്സിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. താങ്ക് യു.